60 വയസ്സ് കഴിഞ്ഞ എല്ലാ മുതിർന്ന പൗരന്മാർക്കും പ്രതിമാസം 10,000 രൂപ പെൻഷൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി OIOP സംഘടന ശക്തമായ സമരത്തിലേക്ക് നീങ്ങുന്നു. വരുന്ന ഫെബ്രുവരി 16-17 തീയതികളിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരവും പ്രതിഷേധ ധർണയും നടക്കും. 17-ാം തീയതി രാവിലെ 10:30 പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്കാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. അനാവശ്യമായ ക്ഷേമനിധി ബോർഡുകളും കോർപ്പറേഷനുകളും നിർത്തലാക്കി ഭരണച്ചെലവ് കുറയ്ക്കണമെന്നും ആ തുക വയോജനങ്ങളുടെ അന്തസ്സായ ജീവിതത്തിനായി വിനിയോഗിക്കണമെന്നുമാണ് സംഘടനയുടെ പ്രധാന ആവശ്യം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ആവശ്യം അംഗീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണയ്ക്കുമെന്നും അല്ലാത്തപക്ഷം നോട്ട ഉപയോഗിക്കുമെന്നും ഭാരവാഹികളായ ഫഹദ് നോർത്ത്, അനിൽ ചൊവ്വ, SA റഹീം എന്നിവർ അറിയിച്ചു. ഞങ്ങൾ പറയുന്നത് 10,000 രൂപ പെൻഷൻ അനുവദിച്ചാൽ അടുത്ത മാസം വരെ ആകുന്നതിന് മുമ്പ് ഈ 10,000 രൂപയും വിപണിയിൽ ചെലവാക്കപ്പെടുകയും അതുവഴി സർക്കാരിന് 5% മുതൽ 50% വരെ നികുതി വീണ്ടും തിരിച്ചു ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഈ 10,000 രൂപയുടെ പെൻഷൻ സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ക്ഷേമനിധി ബോർഡുകൾ എല്ലാം ഒഴിവാക്കപ്പെടും. ആ ഉദ്യോഗസ്ഥരെ മറ്റു മേഖലകളിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ 70% ബോർഡുകൾ ഇവിടെ ഉണ്ട്, പല പേരിലുള്ള ബോർഡുകൾ. ഇതൊക്കെ നമുക്ക് നിർത്തലാക്കാൻ കഴിയും. അത്രയും ഉദ്യോഗസ്ഥരെ മറ്റു മേഖലകളിലേക്ക് നമുക്ക് ഉപയോഗിക്കാനും ഇതിലെ ചെയർമാനും മറ്റുള്ളവരും ചെലവാക്കി കളയുന്ന സമ്പത്ത് ചുരുക്കുവാനും നമുക്ക് കഴിയും. അപ്പോൾ ഞങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്നത് 60%, 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും, അത് ഉദ്യോഗസ്ഥരഹിതരായ എല്ലാവർക്കും, നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും മിനിമം 10,000 രൂപയെങ്കിലും പ്രതിമാസ പെൻഷൻ നൽകണമെന്നും അത് കാലാനുസൃതമായി വർദ്ധിക്കുന്നതനുസരിച്ച് ശതമാനക്കണക്കിന് വർധനവ് ഉണ്ടാകണമെന്നുമാണ് ഈ പ്രസ്ഥാനം ആവശ്യപ്പെടുന്നത്. MLA-മാർക്ക് നിവേദനം നൽകി, അത് കഴിഞ്ഞ് സംസ്ഥാന വ്യാപകമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വാഹന പ്രചരണ ജാഥ നടത്തി, രാജ്ഭവൻ മാർച്ച് നടത്തി, പ്രധാനമന്ത്രിക്കും ഗവർണർക്കും ഒക്കെ നിവേദനം സമർപ്പിച്ചു. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ പാർലമെന്റിൽ 180 പരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പാർലമെന്റ് മാർച്ച് നടത്തി ആദരണീയനായ പ്രധാനമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.